സുപ്രീം കോടതി വിധിയിലും പത്തി മടക്കാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗോള തീരുവ 10% പിന്നാലെ 15% ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. സുപ്രീം കോടതി വിധി അമേരിക്കയ്ക്ക് വിരുദ്ധമാണെന്ന് ട്രംപ് പരിഹസിച്ചു. പ്രസിഡന്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ട്രംപിന്റെ പുതിയ നീക്കം. ഇതോടെ ഇന്ത്യയുടെ വ്യാപാര കരാറിലെ വ്യവസ്ഥകൾക്കടക്കം മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിക്കുന്നു. അജയ് സുധാബിജു ചേരുന്നു. അജയ്, ട്രംപ് എന്താണെങ്കിലും പിന്നോട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതിനെ ഉറ്റുനോക്കി കാണേണ്ടത്? എൽദോ, പുതിയ സാഹചര്യം അത് തീർച്ചയായിട്ടും പഠിച്ചിട്ട് മാത്രമേ ഇന്ത്യക്ക് അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അത് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സുപ്രീം കോടതി വിധി അത് ഇന്ത്യക്കും തീർച്ചയായിട്ടും ആശ്വാസകരം തന്നെയാണ്. 18% തീരുവയാണ് ഇന്ത്യ US വ്യാപാര കരാർ പ്രകാരം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇത് ഈ കോടതി വിധി പ്രകാരം 10% കുറയുന്നത് അത് ഇന്ത്യക്ക് ആശ്വാസകരമായിരുന്നു. ഇപ്പോൾ ട്രംപ് തൻ്റെ സ്വന്തം അധികാര പരിധി ഉപയോഗിച്ച് അത് 15% ഉയർത്തും എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ 15% ആ ഒരു തീരുവ നിലവിൽ വന്നാലും 18% നിന്ന് കുറവായതിനാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനേക്കാൾ തീർച്ചയായിട്ടും ആശ്വാസജനകം തന്നെയാണ്. പക്ഷേ ഇതിൽ ചില വെല്ലുവിളികളും ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് 15% തീരുവ നിലവിൽ വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഈ വ്യാപാര കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള പല രാജ്യങ്ങൾക്കും അതേ തീരുവ തന്നെ നിലവിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ കൂടുതലായി വിറ്റഴിക്കപ്പെടുന്ന തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ ഇവയുടെ ഒരു നിലനിൽപ്പ് അത് അനിശ്ചിതത്വത്തിലാവും. കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സാണ് ബംഗ്ലാദേശ്, ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ട്രംപിൻ്റെ തീരുവ പ്രകാരം ബംഗ്ലാദേശിന് ഇന്ത്യയേക്കാൾ ഉയർന്ന തീരുവയായിരുന്നു, ബ്രസീലിന് വളരെ ഉയർന്ന തീരുവയായിരുന്നു ഇന്ത്യയേക്കാൾ. അപ്പോൾ ഇതെല്ലാം കാരണം ഇന്ത്യക്ക് അവിടെ US-ൽ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വില കുറച്ച് US-ൽ വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 15%-ലേക്ക് എല്ലാ രാജ്യങ്ങളുടെയും തീരുവ നിലവിൽ വരുന്നതോടുകൂടി ഇന്ത്യക്ക് അത് എങ്ങനെ ബാധകമാകും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ഒരേ വിലയിൽ US-ൽ വിറ്റഴിക്കുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു മേൽക്കൈ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയുമായേക്കാം. അതുപോലെ തന്നെ ട്രംപിൻ്റെ പുതിയ ഈ ഭ്രാന്തൻ നയങ്ങൾ കാരണമുള്ള മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിനോടകം തന്നെ ഓസ്ട്രേലിയ, UK അടക്കമുള്ള രാജ്യങ്ങളുമായി 10% തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 10%, 9%, 8% തീരുവ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രാജ്യങ്ങൾ പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഇനി കൂടുതൽ തീരുവ, അതായത് ഈ 15% തീരുവ ട്രംപിൻ്റെ പുതിയ നിയമം അനുസരിച്ച് അടയ്ക്കേണ്ടി വന്നാൽ അത് ആ രാജ്യങ്ങളിൽ നിന്നും കടുത്ത പ്രതിഷേധം ഉയരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഈ നിലവിലെ തീരുമാനങ്ങൾ അത് കടുത്ത ഒരു അനിശ്ചിതത്വങ്ങൾക്കും അതുപോലെ തന്നെ കൺഫ്യൂഷൻസിനും കാരണമായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ നാളെ മുതലാണ് ആരംഭിക്കുക. ഇതിനായി ഇന്ത്യൻ പ്രതിനിധികൾ ഇതിനോടകം തന്നെ US-ലേക്ക് പോയിട്ടുണ്ട്. മാർച്ചോടെ കരാർ ഒപ്പിടുകയും ഏപ്രിലോടെ ഈ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഇപ്പോൾ നിലവിൽ എന്തായാലും ഇത്തരം ഒരു തീരുവ നയം കാരണം ഇപ്പോൾ ഇന്ത്യ ഇനി നാളെ നടക്കുന്ന ചർച്ചയിൽ നിന്ന് ഇന്ത്യ പുതിയ വ്യാപാര കരാറിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള തരത്തിൽ US-നോട് അങ്ങോട്ട് നിർദ്ദേശിക്കുകയാണെങ്കിൽ US-ന് തുടർ നടപടികൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ട്രംപ് പുതുതായി ഇപ്പോൾ തൻ്റെ സ്വന്തം അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ 15% തീരുവ ഉയർത്തിയിട്ടുള്ളത്. ഇതിനായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് 1974 ട്രേഡ് ആക്ടിലുള്ള സെഷൻ 122 അപ്പോൾ ഇത് കാരണം 150 ദിവസത്തെ സാവകാശം ട്രംപിന് ഈ പുതിയ നിയമം അനുസരിച്ച് നൽകുന്നുണ്ട്. 150 ദിവസം ട്രംപിൻ്റെ ഈ സ്വന്തം അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് 15% തീരുവ എല്ലാ രാജ്യങ്ങൾക്കും മേൽ ചുമത്താം. ഈ 150 ദിവസത്തെ സാവകാശം അത് ട്രംപിന് വലിയൊരു ആശ്വാസമാണ്. ഈ 150 ദിവസം കൊണ്ട് ഇനി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്താം എന്ന് ട്രംപിന് ആലോചിക്കാൻ കഴിയും. ഇതിന് പലതരം വകുപ്പുകൾ ട്രംപിന് ചുമത്താൻ സാധിക്കും. അപ്പോൾ നിലവിൽ പൂർണ്ണമായിട്ടും ഒരു ആശ്വാസജനകമല്ല ഈ സെഷൻ 202 അതുപോലെ തന്നെ 232, 302 തുടങ്ങിയിട്ടുള്ള വിവിധ വകുപ്പുകൾ US കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുണ്ട്. ഈ വകുപ്പുകളെല്ലാം US പ്രസിഡന്റിന് വേണമെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്താം. അതുപോലെ തന്നെ മഹാമാന്യകാലത്ത് 1930 നിലവിൽ വന്ന സെഷൻ 988 വകുപ്പ് പ്രകാരവും കടുത്ത തീരുവ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്താൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയും വിലയിരുത്തേണ്ടതുണ്ട്. റൈറ്റ്, അജയ് സുധാബിജാണ് വിവരങ്ങൾ നൽകിയത്.